ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. കല്യാണ റിസപ്ഷൻസിനും മറ്റും നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന വെറൈറ്റി ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒരു റെസിപ്പി കിട്ടി. ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തേക്കാൻ ഓർത്ത്. സോ ഗൈസ്, ഇറ്റ് മീ ശ്രീ, വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാനിവിടെ അതിന് വേണ്ടി ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. സാധാരണ വെജിറ്റബിൾ ഓയിലാണ്, ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. എന്നിട്ട് ഒരു 5 ചീള് കറുവാപ്പട്ട, ഇത് ഇവിടുന്ന് ചീകിയെടുത്ത കറുവാപ്പട്ട നോക്കി കാണാൻ പറ്റും, വളരെ നൈസാണ്. കടലിൽ നിന്ന് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ചേർത്താൽ മതിയാവും. 5 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 3 തക്കോല. ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കാനുള്ള മസാല. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക, കരിഞ്ഞു പോകാതെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചെയ്യുന്ന ഫ്രൈഡ് റൈസ് പക്കയായിട്ട് കിട്ടത്തുള്ളൂ. കറുവാപ്പട്ടയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സിയോണ എന്ന് പറഞ്ഞ മരത്തിൻ്റെ തൊലിയാണ്. ഞാനിവിടെ 2 കപ്പ് ബസുമതി അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തുനിന്ന് വെള്ളം വാരാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നാലേ റൈസിന് നല്ല വലിപ്പം കിട്ടത്തുള്ളൂ. ഇതൊന്ന് നമുക്കൊന്ന് എണ്ണയിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ടാണ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ പേരുള്ളത്. ചെയ്യാൻ നേരത്ത് 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈഡ് റൈസിന് അരി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വാരാൻ വെച്ചതാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ല ചൂടിനകത്ത് ഒന്ന് ചെറുതായിട്ട് 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ട, ചെറുതായിട്ടൊരു കളർ ചേഞ്ചേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് വേവിക്കാനുള്ള. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 3 കപ്പ് ചൂടുവെള്ളമാണ്. 3 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ളതാണ് എപ്പോഴും അരിയുടെ വെള്ളത്തിൻ്റെ കണക്ക്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തത്, ക്ലാസിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള റൈസൊക്കെ എടുക്കാൻ നേരത്തേക്ക് നിങ്ങൾ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അരി വെന്ത് കിട്ടും. അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അരി വേകാനുള്ള. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള വെള്ളത്തിൻ്റെ കണക്ക് എപ്പോഴും ഓർത്ത് വെച്ചോളൂ. അത് ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലും ഈ റൈസ് വേവിച്ച് വരുമ്പോഴത്തേക്ക് ഈ പരുവാണ്. ഇപ്പം നോക്കി കാണാൻ പറ്റും അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഈ ചോറ് നന്നായിട്ട് തണുത്തതിന് ശേഷം റെഫ്രിജറേറ്ററിനകത്ത് ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ വെക്കണം. എങ്കിലേ ഫ്രൈഡ് റൈസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പക്കയായിട്ട് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ബിസ്ത ഉണ്ടാക്കാം. ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടി ആ പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് 2 സബോള അത്യാവശ്യം വളരെ തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഒത്തിരി നമ്മൾ ബിസ്ത ഉണ്ടാക്കുമ്പോൾ ഇതൊരു ചെറിയ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിനകത്ത് നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കയ്പ്പ് ചുവ ഉണ്ടാവും. ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ പോയി കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സബോള വഴറ്റി ഫ്രൈഡ് റൈസ് ചേർക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബിസ്ത അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. ഈ ബിസ്ത എടുത്ത് ഇതിന് സോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് ഒരു 50 ഗ്രാം ക്യാരറ്റ്, 2 ടേബിൾ സ്പൂണോളം ക്യാബേജ് അരിഞ്ഞതും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഈ കാണുന്നത്. ഇത് അരിഞ്ഞ് മാറ്റി വെക്കുക. ഇനി ആ പാനിലോട്ടേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ. ഫ്രൈഡ് റൈസിനൊക്കെ നല്ലെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായപ്പോൾ 4 പീസോളം വളരെ തിന്നായിട്ടുള്ള കറുവാപ്പട്ട ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് എന്തൊരു സ്പൈസ് ചേർത്ത് കഴിഞ്ഞാലും പൊതുവേ അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും പുറത്ത് വരത്തില്ല, നല്ലെണ്ണയുടെ സ്വഭാവമാണത്. പക്ഷേ ഇവിടെ കറുവാപ്പട്ട ചേർക്കാൻ നേരത്തേക്ക് കുറച്ചും കൂടെ ഫ്ലേവർ വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവർ റെസിപ്പി അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കാണിച്ച് വെച്ചിരുന്ന അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, ശേഷം ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, ഇത് 3 ഇട്ട് കൊടുക്കുക. ക്യാബേജൊക്കെ ഇടാൻ നേരത്തേക്ക് നമ്മൾ അത്യാവശ്യം ഈ കാണുന്ന പോലെ തന്നെ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിനകത്തൊക്കെ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലായിരിക്കണം ചേർക്കേണ്ടത്. ഒരു 2 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിനായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി കിടന്ന് വഴന്നു പോവുകയോ വെന്തു പോവുകയോ ചെയ്യത്തില്ല. നമ്മൾ കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവും. അതായത് അത്യാവശ്യം ഒരു പച്ച ചുവയ്ക്കും, ഒരു പച്ചപ്പനി ചെറുതായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കത്തേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കുറച്ചിട്ട് ഇതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അടുത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതായത് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, 4 അല്ലിയോളം വെളുത്തുള്ളി, ഇത്രയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു പച്ച മണം നമുക്കൊന്ന് ചെറുതായിട്ട് മാറി വരണം. ആ ഒരു പരുവം മതി. ഇനി ഇപ്പോൾ ഇതിനൊപ്പം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ പാചകം ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റും. അത് എത്രമാത്രം, അതായത് ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാചകം ചെയ്ത് പരിചയമുള്ളവർക്ക് നോർമലി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അത് എപ്പോൾ വഴന്ന് വന്നിട്ടുണ്ടെന്ന്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടായി കൊടുക്കുക.
അത്യാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കുക. വളരെ കുറച്ച് ഉപ്പ് മതി, കാരണം നമ്മൾ അരിയിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യമുള്ള ഉപ്പ്, ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഉപ്പ് പിടിക്കാനുള്ള പരുവത്തിന് മാത്രം ഒന്ന് ഉപ്പ് ചേർക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അതായത് ഈ പച്ചക്കറി ഒന്നിനും അധികം കിടന്ന് വെന്ത് പോയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കിടന്ന് വഴന്ന് വന്നിട്ടേ ഉള്ളൂ. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്തിരിക്കുകയാണ്, എരിവുള്ള മുളക്. ഇതിനകത്ത് വേറെ ക്യാപ്സിക്കം ചേർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാപ്സിക്കത്തിൻ്റെ സ്വഭാവം അറിയാം, അതായത് നമുക്ക് എരിവുണ്ടാകത്തില്ല. ചില ക്യാപ്സിക്കത്തിന് എരിവുണ്ടാകും, അതുകൊണ്ട് പക്ഷേ നമ്മളതിൻ്റെ അരിയൊന്നും അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകില്ല. 1 ടീസ്പൂൺ സോയാ സോസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമലി എല്ലാവരും ഫ്രൈഡ് റൈസിന് അതാണ് സോയാ സോസൊക്കെ എടുത്തിട്ട് പെരുമാറുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ നല്ലൊരു ശതമാനം നമുക്കത് വേണ്ട ടേസ്റ്റോട് കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കഴിക്കാൻ തന്നെ പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് 1 ടീസ്പൂൺ സോയാ സോസ് മാത്രമേ ഇവിടെ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ച അരിയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അരിയൊക്കെ നന്നായിട്ട് തണുത്ത് അരിയുടെയൊക്കെ അതായത് കുറച്ചും കൂടെ ഹാർഡാകും നമ്മുടെ റൈസ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിനകത്ത് വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് വേണ്ടി ഇപ്പം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ വഴറ്റി എടുക്കുക. ആ ടൈമിന് അത് കരിഞ്ഞു പോകത്തില്ല. സാധാ അരി വെച്ച് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇവിടെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇനി ഞാനിവിടെ ബിസ്ത അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ബിസ്ത, അത്യാവശ്യം ബിസ്ത ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ബിസ്ത ഈ ഒരു പരുവത്തിൽ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് ബ്രൗൺ കളറൊക്കെ ആവുകയെന്നുണ്ടെങ്കിൽ കൈക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരുവത്തിൽ ചേർക്കാവുള്ളൂ ബിസ്ത. ഇനി ഇത് ആ ബിസ്തയും കൂടെ ചേർത്ത് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രൈഡ് റൈസാണ്, ദം ബിരിയാണി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് ഒന്നും നമ്മൾ അങ്ങ് അടച്ചു വെച്ച് വേവിക്കുന്ന രീതിയൊന്നുമില്ല. ഇതങ്ങ് ചേർത്ത് കൊടുത്ത് നല്ല ഇതാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചോറ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച്, പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വെക്കുക, പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്ന രീതിയിൽ. രാത്രി ഫ്രിഡ്ജ് കയറ്റി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ അരി എടുക്കേണ്ട ചോറ് എടുക്കേണ്ട പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് എടുത്ത് വെച്ച് അതിന് ഫ്രൈഡ് റൈസ് ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് കുറച്ച് മല്ലിയില ചേർക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് മല്ലിയില നിങ്ങൾക്ക് വേണ്ട പരുവത്തിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ മല്ലിയില അങ്ങനെ തന്നെ അങ്ങനെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഉറുത്തൊക്കെ ഇടാറുണ്ട്. ഇവിടെ ഞാൻ പക്ഷേ വളരെ ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് കുറച്ചൊന്ന് അരിഞ്ഞിട്ട് ആ മല്ലിയിലാണ് ഫ്രൈഡ് റൈസിലോട്ട് വിതറി കൊടുക്കുന്നത്. ഫ്രൈഡ് റൈസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതോ പൊടിച്ചോ ചേർക്കാം. ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെഡ്ഡിങ് പാർട്ടി സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫാൾട്ട് ആകില്ലെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വില്ലേജ് കറീസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.